ഇപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് വാട്സപ്പിൽ ഒരു ഫോട്ടോ അല്ലാന്നുണ്ടെങ്കിൽ വീഡിയോ ഇങ്ങനെ മറ്റുള്ളവർക്ക് സെൻഡ് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചിട്ടാണ്. അതിന് വേണ്ടിയിട്ട് വാട്സപ്പ് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്തതിന് ശേഷം ഏത് കോൺടാക്റ്റിലോട്ടാണോ നിങ്ങൾക്ക് ഫോട്ടോ അല്ലെങ്കിൽ വീഡിയോ സെൻഡ് ചെയ്യേണ്ടത് ആ ഒരു കോൺടാക്റ്റ് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ താഴെ ഇവിടെ ഒരു പിന്ന് പോലത്തെ ബട്ടൺ കാണാൻ പറ്റും, അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഗാലറി എന്നുള്ള ഓപ്ഷൻ കാണാൻ പറ്റും, അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഗാലറിയിൽ നിങ്ങൾ എത്തുന്നതായിരിക്കും. ഗാലറിയിൽ നിന്ന് ഇഷ്ടമുള്ള ഒരു ഫോട്ടോ അല്ലാന്നുണ്ടെങ്കിൽ വീഡിയോ സെലക്ട് ചെയ്യുക. ഫോട്ടോ അല്ലെങ്കിൽ വീഡിയോ സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടെ താഴെ നെക്സ്റ്റ് ബട്ടൺ കാണാൻ പറ്റും, അതിൽ ക്ലിക്ക് ചെയ്യുക. അല്ല ഇനി നിങ്ങൾക്ക് ക്യാപ്ഷൻ എന്തെങ്കിലുമൊക്കെ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ക്യാപ്ഷൻ ഇവിടെ ആഡ് ചെയ്യാവുന്നതാണ്. ഇനി ഹൈ ക്വാളിറ്റി ഫോട്ടോസാണ് സെൻഡ് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ HD എന്നുള്ളത് സെലക്ട് ചെയ്യാവുന്നതാണ്. സ്റ്റാൻഡേർഡ് മാറ്റിയിട്ട് ഹൈ ക്വാളിറ്റി ആക്കുക. അപ്പം HD ക്വാളിറ്റിയിലായിരിക്കും അതിനുശേഷം സെൻഡ് ആവുക. പിന്നെ ക്രോപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിൽ ക്ലിക്ക് ചെയ്തിട്ട് ഈ ഒരു ഫോട്ടോ ക്രോപ്പൊക്കെ ചെയ്യാവുന്നതാണ്. പിന്നെ റൊട്ടേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിൽ ക്ലിക്ക് ചെയ്തിട്ട് ഈ ഒരു ഫോട്ടോ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ റൊട്ടേറ്റ് ഒക്കെ ചെയ്യാവുന്നതാണ്. എന്തായാലും അത് കഴിഞ്ഞിട്ട് ഡൺ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. പിന്നെ എന്തെങ്കിലും സ്റ്റിക്കേഴ്സ് ഇതിലോട്ട് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഈ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് ഇഷ്ടമുള്ള സ്റ്റിക്കർ ഇതിലോട്ട് ആഡ് ചെയ്യാവുന്നതാണ്. അത് കഴിഞ്ഞാൽ ഡൺ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. പിന്നെ എന്തെങ്കിലുമൊക്കെ ടെക്സ്റ്റ് ഇതിലോട്ട് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ആ ടെക്സ്റ്റിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ആവശ്യമുള്ള ടെക്സ്റ്റ് ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. ഇനി ഒരു ബോക്സ് വേണ്ടെന്നുണ്ടെങ്കിൽ ഇത് ഒഴിവാക്കാനുള്ള ഓപ്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇഷ്ടമുള്ള കളറിലൊക്കെ ഇത് സെറ്റ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഫോണ്ടും കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്യാവുന്നതാണ്. എന്തായാലും അതൊക്കെ കഴിഞ്ഞിട്ട് ഡൺ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അപ്പം ഇത് നമുക്ക് എവിടെ വേണമെങ്കിലും പ്ലേസ് ചെയ്യാവുന്നതാണ്. പിന്നെ ഇവിടെ ഒരു പെൻസിൽ ബട്ടൺ കാണാൻ പറ്റും, അതിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ വരച്ചു കൊടുക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാവുന്നതാണ്. എന്തായാലും അങ്ങനത്തെ എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇവിടെ താഴെ സെൻഡ് ബട്ടൺ കാണാൻ പറ്റും, അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഫോട്ടോ സെൻഡ് ആവുന്നതായിരിക്കും. അപ്പം വീഡിയോയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഇതേപോലെ തന്നെയാണ് വീഡിയോസിൻ്റെ കാര്യത്തിലും വരുന്നത്. ഇപ്പോൾ വീഡിയോസ് നമുക്ക് ഇതുപോലെ HD വേണമെന്നുണ്ടെങ്കിൽ HD സെലക്ട് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ നമുക്ക് സ്റ്റിക്കേഴ്സ് ആഡ് ചെയ്യാനും ടെക്സ്റ്റ് ആഡ് ചെയ്യാനും പിന്നെ ഇതിലൊക്കെ വരയ്ക്കാനൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ അതിനുള്ള ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഈ ഒരു വീഡിയോയുടെ ലെങ്ത്ത് കുറയ്ക്കണം അതുപോലെ തന്നെ ക്രോപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിലൊക്കെ അത് നമുക്ക് ചെയ്യാവുന്നതാണ്. അപ്പം വേണമെന്നുണ്ടെങ്കിൽ ലെങ്ത്ത് ഒക്കെ കുറയ്ക്കാവുന്നതാണ്. ഇപ്പം ലെങ്ത്ത് കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ ഇങ്ങോട്ടൊന്ന് സ്ക്രോൾ ചെയ്താൽ മതി, അത്ര ഭാഗമേ സെൻഡ് ആവുള്ളൂ. എന്തായാലും അത് കഴിഞ്ഞാൽ സെൻഡ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക, വീഡിയോയും ഇതുപോലെ സെൻഡ് ചെയ്യാവുന്നതാണ്. പിന്നെ നിങ്ങൾ ഓൾറെഡി ഒരു ഫോട്ടോ അല്ലെങ്കിൽ വീഡിയോ എടുത്തിട്ടില്ല, നിങ്ങൾക്ക് പുതിയൊരു ഫോട്ടോ അല്ലെങ്കിൽ വീഡിയോ എടുക്കണം എന്നുണ്ടെങ്കിൽ ഇവിടെ ക്യാമറ ബട്ടൺ കാണാൻ പറ്റും, അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്താൽ നമ്മുടെ ക്യാമറ ഓപ്പൺ ആവുന്നതായിരിക്കും. നമുക്ക് പുതിയൊരു ഫോട്ടോ അല്ലെങ്കിൽ വീഡിയോ എടുക്കാവുന്നതാണ്. ഇവിടെ ഫോട്ടോ എന്നുള്ള ഓപ്ഷൻ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്തിട്ട് ഫോട്ടോ എടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ വീഡിയോ സെലക്ട് ചെയ്തിട്ട് വീഡിയോയും എടുക്കാവുന്നതാണ്. എന്തായാലും അത് കഴിഞ്ഞാൽ ഈ ഒരു പേജിൽ എത്തുന്നതായിരിക്കും. ഇവിടെ നിന്ന് നേരത്തെ പോലെ തന്നെ നമുക്ക് എഡിറ്റും കാര്യങ്ങളൊക്കെ ചെയ്യാവുന്നതാണ്. അല്ല ഡയറക്റ്റ് ഇതുപോലെ സെൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് സെൻഡ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അപ്പം ആ ഒരു ഫോട്ടോ അല്ലെങ്കിൽ വീഡിയോ സെൻഡ് ആവുന്നതായിരിക്കും. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഓട്ടോമാറ്റിക്കായിട്ട് ഡിലീറ്റ് ആവുന്ന ഫോട്ടോ അല്ലെങ്കിൽ വീഡിയോ സെൻഡ് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഫോട്ടോ സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടെ ഒരു 1 എന്ന് എഴുതിയൊരു ബട്ടൺ കാണാൻ പറ്റും, അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വ്യൂ വൺസ് എന്നുള്ള ഫീച്ചർ സെലക്ട് ആവുന്നതായിരിക്കും. അതിനുശേഷം ഈ ഒരു ഫോട്ടോ നമ്മൾ സെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അവർ ഒരു പ്രാവശ്യം ഈ ഒരു ഫോട്ടോ ഓപ്പൺ ആക്കിയാൽ മതി. അത് കഴിഞ്ഞിട്ട് പിന്നെ അവർക്ക് ഓപ്പൺ ആക്കാൻ കഴിയില്ല. അത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് അവരുടെ ഫോണിൽ നിന്ന് ഡിലീറ്റ് ആയി പോകുന്നതായിരിക്കും. അപ്പം അങ്ങനെയും നമുക്ക് ഫോട്ടോസും വീഡിയോസൊക്കെ സെൻഡ് ചെയ്യാവുന്നതാണ്. അപ്പം ഈ ഒരു രീതിയിൽ നമുക്ക് വാട്സപ്പിൽ ഫോട്ടോസും വീഡിയോസൊക്കെ സെൻഡ് ചെയ്യാവുന്നതാണ്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. എന്തായാലും ഈ ഒരു വീഡിയോ പറ്റിയിട്ടുള്ള നിങ്ങളുടെ ജെന്യുവൻ ആയിട്ടുള്ള അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇതുപോലുള്ള വീഡിയോസ് ഇനിയും കാണാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്.